ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയെ അതുല്യമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപുരുഷനാണ് ശ്രീകൃഷ്ണൻ. ഭക്തി, സാഹിത്യം, കല, രാജ്യതന്ത്രജ്ഞത തുടങ്ങിയ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യവും സ്വാധീനവും നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാൻ അർജുനനിലൂടെ മനുഷ്യരാശിക്ക് നൽകിയ ഭഗവത്ഗീത സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. മതങ്ങളുടെ അതിർവരമ്പുകളെല്ലാം അതിക്രമിക്കുന്ന ആധ്യാത്മശാസ്ത്രമാണത്. പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് ഭാഗവതം പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരവ് എന്നാണ് അർത്ഥം. മനുഷ്യലോകത്തിലേക്കും മനുഷ്യജീവിതത്തിലേക്കുമുള്ള ഇറങ്ങി വരവാണത്. ഭഗവാൻ പൂർണ്ണാവതാരമാണ്, എപ്പോഴും തന്നെയാണ്. പൂർണ്ണത എപ്പോഴും ഉണ്ട്, ഇറങ്ങലും കയറ്റലുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പോലീസുകാരൻ കള്ളനെ പിടിക്കണമെങ്കിൽ പോലീസ് വേഷത്തിൽ ചെന്നാൽ ഒരു പക്ഷെ പിടിക്കാൻ പറ്റില്ല. ഒന്നിനേക്കാളും കള്ളൻ്റെ വേഷം കെട്ടിയാൽ വേഗം പിടിക്കാൻ സാധിക്കും. അതുപോലെ അവൻ്റെ തലത്തിലേക്ക് ചെല്ലുക. ഇപ്പോൾ നടൻ ഏത് വേഷം കെട്ടില്ല ആൾ മാറുന്നില്ല. അപ്പോൾ തന്നിൽ തന്നെയാണ് പലപ്പോഴും പൂർണ്ണ തന്നെ, ഇറക്കലും കയറ്റലും ഇല്ല. സാധാരണ സംസാരിക്കുമ്പോൾ ഒരു ഇറങ്ങി വരവെന്ന് പറയുകയാണ്. പന്നിക്കൂട്ടത്തിലിറങ്ങി പന്നിക്കൂട്ടത്തിൽ ജീവിച്ച് അവർ ഉദ്ധരിക്കുന്നത് പോലെ. മനുഷ്യൻ പന്നിയെന്നല്ല, മരിച്ചു കഴിഞ്ഞെങ്കിലും അതിൻ്റെ നഖരമോ മറ്റുള്ളതൊക്കെ ലോകത്തിന് ഉപകാരമാകും. അങ്ങനെ പോലും ഉപകാരമല്ല നമ്മുടെ ശരീരം കൊണ്ട്. ഒന്നീ അന്തരീക്ഷത്തിൽ മാലിന്യം വരുത്തിയോ കുഴിച്ചിടുകയാണെങ്കിൽ 100 ഇരട്ടി കെമിക്കൽ ഒഴിച്ചിട്ട് കൊണ്ട്, അപ്പോൾ ഒന്നുകൂടി നശിപ്പിച്ചിട്ട് പോവുകയാണ്. ആരും വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ലേ, പൂച്ചയ്ക്കൊരു വിനോദം എലിക്ക് മരണവേദന എന്ന് പറഞ്ഞ പോലെ. പൂച്ചയുടെ വിനോദമാണ്, പക്ഷേ എലിക്ക് മരണവേദനയാണ്. അപ്പം അതുപോലെ ഒരു ദാനധർമ്മം ചെയ്യാതെ നമുക്ക് കിട്ടിയത് പോരട്ട് പിടിച്ചും പറിച്ചും മറ്റുള്ള ദുഃഖിപ്പിച്ചും അങ്ങനെ സന്തോഷിപ്പിക്കും. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യജീവിതം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ വെറും തിന്നും കുടിച്ചും അങ്ങനെ മാത്രം ജീവിതം കഴിച്ചു കൊണ്ടുകാണല്ലോ. പക്ഷെ അതിനെ ഏത് രീതിയിൽ പോയാൽ നിനക്ക് സമാധാനമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ജീവിച്ചും മറ്റൊരു കൊണ്ടും ആ തത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള വേഷങ്ങളായിരുന്നു എല്ലാം.